ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് ടാരോ റീഡിങ്ങിൻ്റെ. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും റീഡിങ്സൊക്കെ എടുക്കുന്നതിനും ഹീലിങ്സ് എല്ലാത്തിനും നിങ്ങൾ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് ചിലവർ കമൻസും അതുപോലെ തന്നെ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം ഫിനാൻഷ്യലായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. കടം, അത് ഞാൻ പറയുന്നില്ല, ക്യാൻസൽ കാരണം നമ്മൾ പറയുന്ന അഫോർമേഷൻ അനുസരിച്ച് നമ്മുടെ ലൈഫിലേക്ക് എന്താണോ പറയുന്നത് അത് വരുമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്യാറ്. ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുക. സോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് അവസാനിക്കാൻ പോകുന്നു. ഇനി എന്താണ് അതിലുള്ള ചേഞ്ചസ് വരാൻ പോകുന്നുണ്ടോ ഈ ഒരു ഇയർ? ബിക്കോസ് പ്ലൂട്ടോ പ്ലാനറ്ററി പൊസിഷനിൽ പ്ലൂട്ടോ എൻ്റർ ചെയ്തിട്ടുണ്ട്. 2044 വരെയാണ് അതിൻ്റെ 20 ഇയേഴ്സൊക്കെ എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ചേഞ്ചസ്. ആ ചേഞ്ചസ് വരും നല്ലൊരു ഗ്രോത്ത്, ഫിനാൻഷ്യൽ അബണ്ടൻസ്. നമുക്ക് പഴയ സ്വഭാവങ്ങളൊക്കെ വിട്ട് നമ്മൾ ഹീൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലെസ്സിങ്സും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ ചാൻസസ് വളരെ ഹൈ ആണ്. സോ നമുക്ക് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉടനെ വരുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസകൾ കിട്ടുമോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എപ്പോഴും റിലേഷൻഷിപ്പ് മാത്രമല്ലല്ലോ ഒരു ലൈഫിൽ. ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, ഹെൽത്ത്, കരിയർ, ഫിനാൻസ്, ഇതെല്ലാം കൂടുമ്പോഴല്ലേ ഒരു ലൈഫ് എന്ന് പറയുന്നത്. സോ ഇന്ന് ഇതാണ് റീഡിങ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനോട് കടന്നു പോകുന്നവർക്ക് കാണാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആണെന്ന് മാത്രം എടുത്താൽ മതി. കമ്പൽ ചെയ്ത് റെസനേറ്റ് ചെയ്യാൻ നോക്കണ്ട. പിന്നെ പറ്റുകയാണെങ്കിൽ താങ്ക് യു എന്ന മെസ്സേജ് ഇടുമ്പോൾ താങ്ക് യു എന്ന് എത്രയും നിങ്ങൾ പറയുന്നു അത്രയും നിങ്ങളുടെ കർമ്മക്കണക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു എന്ന് പറയുന്ന ആ വേർഡ് ഭയങ്കര അഫോർമേഷൻ, പോസിറ്റീവ് അഫോർമേഷനാണ്. ഓക്കെ, എൻ്റെ അടുത്ത് ഹീലിങ്സ് വന്നവർക്കാണെങ്കിൽ അറിയാം, അവർക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കി നോക്കാം കേട്ടോ. യൂണിവേഴ്സ് സ്പിരിറ്റ് സെയിൻറ്റിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്. യെസ്, ഡെത്ത് കാർഡൊക്കെ വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ്, 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചീറ്റിങ് ഇതെന്താണെന്ന് ക്യാമറയ്ക്ക് ഈ ഒരു മെർക്കുറി റിട്രോഗ്രേഡും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. സാറ്റേണൊക്കെ ഡയറക്റ്റ് ആയിട്ടുണ്ട്, ശനിയൊക്കെ റിട്രോഗ്രേഡൊക്കെ മാറി ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മ ഏതാണ്ടൊക്കെ കൊണ്ടിരിക്കുന്നു. പക്ഷേ മെർക്കുറി വന്നിട്ടുണ്ട്. ഈ മെർക്കുറി വരുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എനിക്ക് നന്നായിട്ടത് ഫീൽ ചെയ്യുന്നുണ്ട്. റീഡിങ്സ് എടുക്കുമ്പോൾ, വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ കുറേ ടൈം അതിൽ പോവുകയാണ്. വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകുന്നു, സ്റ്റക്ക് ആവുന്നു, അങ്ങനെ കുറേ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട മെസ്സേജസ് ചിലപ്പോൾ ലാഗ് ആവുന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ ടൈമിങ്ങിലാണ് എത്തുള്ളൂ, അത് ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് ക്ഷമിക്കാം. ആൻഡ് 5 ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ. ബോട്ടം നോക്കട്ടെ കേട്ടോ. 2 ഓഫ് വൺസ് ആണ് ബോട്ടം കാണിക്കുന്നത്. ലവേഴ്സ് കാർഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ലവേഴ്സ് കാർഡ് വന്നത് കൊണ്ടും രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യം പറയാം. ഈ വീഡിയോ കാണുന്നവർ പല രീതിയിൽ പല എനർജി ഉള്ളവരുണ്ടായിരിക്കും, പല ഹീലിങ്സ്, ചില നല്ല ഹീൽഡ് ആയവരായിരിക്കും, അല്ലെങ്കിൽ ഹീലിങ്ങിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും അൺഹീൽഡ് ആയ ആൾക്കാർ പോലും, 3D ആയിട്ടുള്ള ആൾക്കാർ പോലും ടാരോ റീഡിങ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കിട്ടിയ കാർഡ് ഡെത്ത് ആയതുകൊണ്ട് എനിക്ക് ഇന്ന് അത് കണ്ടപ്പോൾ അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അവർക്കും കൂടിയുള്ള മെസ്സേജസും കൂടി ഇതിൽ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പോൾ ഇന്നൊരു ന്യൂസ് കണ്ടു, ലൈക്ക് നമ്മുടെ ഒരു മാസ്കുലിൻ മീൻസ് കുറേ ഡിവോഴ്സ് ആവാൻ പോകുന്നു വലിയൊരു സിംഗറും എ റഹ്മാൻ്റെ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്ത്, എനിക്ക് പെട്ടെന്ന് കത്തിയത് ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ്റെ സൈഡ്സിലും ഇതുപോലെ സെപ്പറേഷൻസ് അല്ലെങ്കിൽ ഡിവോഴ്സ് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പുറത്തുനിന്ന് കിട്ടുന്ന ഔട്ടർ റിയാലിറ്റിയിൽ എന്താണോ ഉള്ളത് നമ്മുടെ ഉള്ളിലുള്ളത്, അതായത് നമ്മുടെ സോൾ ലെവലിൽ വരുന്ന കാര്യങ്ങളാണ് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസോ. അപ്പോൾ ഇത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ സെപ്പറേറ്റഡ് ആകുന്നു എന്ന് മീൻസ് അതിൻ്റെ അർത്ഥം ശരിക്കും സ്പിരിച്വലി പോകുന്നവർക്ക് അറിയാൻ സാധിക്കും. നമ്മളുടെ ഡിവൈൻ മാസ്കുലിൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും അതൊരു നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ മെസ്സേജ് അയച്ച് എടുക്കാം കേട്ടോ. സെപ്പറേഷൻ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെന്നും കൂടി എടുക്കുക. കാരണം ഡെത്ത് കാർഡ് കൂടി വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർത്തതാണ് ഞാൻ. ഇപ്പോൾ ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട്, ഈ 5 ഓഫ് സോഡ്സ് ക്യാരക്ടർ അത്ര നല്ലതല്ല. അതെന്താണ്, കുഞ്ഞു പിടിവാശി, അല്ലെങ്കിൽ പൈസയോട് ഭയങ്കരമായിട്ടുള്ള മേ ബി നിങ്ങൾ വളരെ ഫിനാൻഷ്യലായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഒരു ഫാമിലിയിൽ വളർന്ന വ്യക്തികളായിരിക്കാം. പൈസ കണ്ട് വളർന്നവർക്ക് അതിനോട് വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ചിലപ്പോൾ
കുറവായിരിക്കും, കാരണം ഉണ്ടല്ലോ എന്ന രീതിയിൽ. പക്ഷെ യൂണിവേഴ്സ് പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റക്ക് ചെയ്ത് സിറ്റുവേഷൻസ്, ചീറ്റിങ് കാണിക്കുന്നത്, പൈസ ആരെയും മോഷ്ടിച്ച് കൊണ്ടുപോവുക, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പൈസ പോവുക, നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ് കേട്ടോ. നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ്. എത്ര നമ്മൾ യൂണിവേഴ്സിനെ കാണുന്നില്ലെങ്കിൽ പോലും ആ ഒരു ചൈതന്യം, അല്ലെങ്കിൽ അത് ഏതൊരു റിലീജിയൻ ആണെങ്കിൽ പോലും ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്. ആ ഒരു പ്രസൻസിനെ നിങ്ങൾ മാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പല രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ യൂണിവേഴ്സ് തരും. ഇപ്പോൾ ടെസ്റ്റായിരുന്നു അത്, ഫുൾ കാർഡ് കണ്ടില്ലേ. നിങ്ങൾ ഈ ഒരു പൈസ ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ചാരിറ്റി ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇങ്ങനെ വെറുതെ കൊടുക്കരുത്. കാരണം അത് എത്തുന്ന കൈകളിൽ, അത് വാല്യൂ ചെയ്യുന്ന കൈകളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കും തിരിച്ച് ആ എനർജി പുൾ ബാക്ക് ചെയ്യും, ഒരു കർമ്മ കിട്ടും. കാരണം അവർ ആ പൈസ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നില്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടി ആ എനർജി വന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഒരു മാഡം, എനിക്ക് തോന്നുന്നു സുജാം എന്ന് തോന്നുന്നു പേര് ഓർക്കുന്നു, അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അവരുടെ ലൈഫിൽ ഹീലിങ്സും ഓരോ വേർഡ്സിലും അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനൽ, കാത്തിരിക്കാറുണ്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വളരെ താങ്ക്ഫുൾ ആണ് അതൊക്കെ കേൾക്കുമ്പോൾ. കാരണം മെയിൻലി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ സോൾ പർപ്പസാണ്. എത്ര പേരിലേക്കും സ്പിരിച്വൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ, സ്പിരിച്വലി പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ലൈഫ് നമ്മളുടെ ഒരു വൈബ്രേഷൻസ്, നമ്മുടെ തോട്ട്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് ഒന്നുകൂടി സൂപ്പർബായിട്ട് പോകാൻ സാധിക്കും. സോ അതാണ് ഇവിടെ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കമൻറ്റ്. നല്ല കമൻറ്റ്സ് ആയിരുന്നു. എനിക്ക് നല്ല നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇന്നർ പീസ് കൊണ്ടുവരുന്നൊരു രീതിയിൽ ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവുക. 6 of Cupsന് താഴെയാണ് 7 of Swords. മേ ബി നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടില്ല. മേ ബി നമ്മുടെ കൂടെ ഒരു നിഴലായി പോകുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരും ആകാം. അങ്ങനത്തെ ആൾക്കാർ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവർ സ്വഭാവം മാറി നിങ്ങളെ ചീറ്റ് ചെയ്യും. മേ ബി ഒരു പാർട്ട്ണർഷിപ്പ് ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കാം. മേ ബി നിങ്ങളുടെ എമൗണ്ട്, വലിയ എമൗണ്ട്സ് ഒക്കെ വരുമ്പോൾ ഇവരുടെ കയ്യിലായിരിക്കും സൂക്ഷിക്കാൻ കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട്സിലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവർ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ സിറ്റുവേഷൻസ് പോലും കാണുന്നുണ്ട്. നമുക്ക് 6 of Cups എന്ന് പറയുമ്പോൾ എത്രയോ ജന്മങ്ങളായി അറിയുന്നൊരു സോൾസാണ്. ആ സോൾ നിങ്ങൾ ചീറ്റ് ചെയ്തു അത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എല്ലാം അവിടെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഷോക്കിംഗ് സിറ്റുവേഷൻ ചിലവരുടെ ലൈഫിൽ ഹീലിങ്സ് വരുമ്പോൾ പറയണേക്കാം, പെട്ടെന്ന് ലൈഫ് വളരെ സൂപ്പർബായിട്ട് പോകുമായിരുന്നു. ആദ്യമായിട്ടാണ് അവർ ഫാമിലി ഒരു ഡെത്ത് പോകുന്നത്. ആ കുഞ്ഞ് ഡെത്ത് പോലും അവർക്ക് ഷോക്കിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ പഠിപ്പിച്ചത് എന്താണ്? അറ്റാച്ച്മെൻറ്റ്. നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവാറ്, ഒന്നിനോട് അറ്റാച്ച്മെൻറ്റ് പാടില്ല, എല്ലാം എപ്പോൾ വേണമെങ്കിലും ഭൂമിയിൽ നിന്ന് പോവാം. ഇപ്പോൾ ഈ ഒരു വയനാട് ദുരന്തം ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്? പെട്ടെന്നല്ലേ ഒരു ഇത്രയും ഫാമിലി അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു പോയത്. സോ അവിടെ ഡിറ്റാച്ച്മെൻറ്റാണ് പഠിപ്പിക്കുന്നത്. അതിൽ കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ടല്ലേ, ഞാൻ അങ്ങനെ ഇതാക്കി പറയല്ല കേട്ടോ. സ്പിരിച്വൽ സെൻസിൽ നോക്കുമ്പോൾ യൂണിവേഴ്സുമായിട്ട് നല്ല കർമ്മം ചെയ്തവർ ഇപ്പോഴും ഉണ്ട്, പെട്ടെന്ന് കഴിഞ്ഞവർ പെട്ടെന്ന് പോയിട്ടുമുണ്ട്. എന്തെങ്കിലും ഒരു പ്രകൃതിയോട് ഏതെങ്കിലും ലൈഫ് ടൈമിൽ ചെയ്തതിൻ്റെ ഒരു ഇതാണ് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ. അതുപോലെ പറയുന്നത് 5 of Swords ആണ്. ഈഗോ വേണ്ട. എന്തിനാണ് ഈഗോ? എല്ലാം ടെമ്പററിയാണ്. ആൾക്കാരാണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും പൈസയാണെങ്കിലും ഒക്കെ ടെമ്പററിയാണ്. എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോവാം. ഒരു നിമിഷം കൊണ്ട് അവർ ലോട്ടറി അടിച്ചിട്ട് സമ്പന്നനാവുന്നത്, ഒരു നിമിഷം കൊണ്ട് ഉള്ള പൈസ ഈ എന്താ പറയുക അക്കൗണ്ടിലെ ചീറ്റിങ്സ് അല്ലെങ്കിൽ തെഫ്റ്റ്, കള്ളന്മാർ കട്ടുകൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുന്നവരും ഉണ്ട്. പല സിറ്റുവേഷൻസ് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം? മാക്സിമം നിങ്ങളുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറച്ച് മാറ്റുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഡെത്താണ്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് വാല്യൂ ചെയ്യുക. അല്ലെങ്കിൽ എല്ലാത്തിനും പറ്റുന്നവർക്ക് നമുക്ക് അത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ ചാരിറ്റി ഒക്കെ ചെയ്യുക. അത്രയും വയ്യാത്ത കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളിലൂടെ കൊടുക്കേണ്ട ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നിക്കുന്നത് കേട്ടോ, ഒരു കാര്യമുണ്ട്. അപ്പോൾ കൊടുക്കുക, കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് വരുന്നത്. പിന്നെ ഇതിലൊരു വേറൊരു സെക്കൻഡ് സെക്ഷനായിട്ട് പറയാം, ലവേഴ്സ് കാർഡാണ്. മേ ബി ഇതിൽ ഡീൽ ചെയ്യുന്ന ഇത് കാണുന്ന ചിലവർ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവരായിരിക്കാം. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്നവർക്ക് പല രീതിയിലും നമുക്ക് അതിൻ്റെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത്. മേ ബി ഇതുപോലെ പെട്ടെന്ന് വലിയ രീതിയിൽ നഷ്ടപ്പെടൽ, ഡെത്തായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട് പോയതായിരിക്കാം. അങ്ങനെയും എൻ്റെ അടുത്ത് കുറേ ക്ലയൻസ് വരാറുണ്ട്. പെട്ടെന്ന് നല്ല രീതിയിൽ ലൈഫ് പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ഹസ്ബൻഡ് ഒരു ഷോക്കായിട്ട് പെട്ടെന്ന് മരിക്കുകയാണ്, പിറ്റേ ദിവസം നിൽക്കുന്നില്ല, മരണപ്പെട്ടു പോയി, അറ്റാക്ക് ആയി. പിന്നെ അവിടെ നിന്ന് അവർ ലൈഫ് ചേഞ്ച് ആവുകയാണ്. ചേഞ്ച് മീൻസ് പിന്നെ കുറേ നാൾക്ക് സ്റ്റക്കാണ്.
അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരും പിന്നെ സ്വഭാവങ്ങൾ മാറി ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ അത്രയും വേണ്ടപ്പെട്ടവരൊക്കെ ക്യാരക്ടർ മാറി തുടങ്ങി. കാരണം അടുത്തിരുന്ന് കഴിഞ്ഞാൽ പൈസയൊക്കെ സഹായിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ കരുതി ഇവർ മെല്ലെ സ്കൂട്ടായി തുടങ്ങി. ഇവർ ഒറ്റപ്പെട്ടു. പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നു. പിന്നെ സ്ട്രെങ്ത്തൊക്കെ അവർ തന്നെ ഇൻഡിപെൻഡൻ്റ് കുട്ടികളുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയി പിന്നെ അവിടുന്ന് സൂപ്പർബായിട്ട് ലൈഫ് ലീഡ് ചെയ്യണം. അപ്പോൾ അന്ന് ഒന്നും അറിയാത്ത ആൾക്കാർ പിന്നെ അവിടുന്ന് ചേഞ്ച് ആവുകയാണ് ചെയ്തത്. കംപ്ലീറ്റ്ലി ആ ഒരു ഡിവൈൻ എനർജിയിലേക്ക് മെർജ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ലൈഫിൽ പെട്ടെന്ന് ഇടിവ് വരുന്നുണ്ടെങ്കിൽ 8, 13, 1, 7 ഇതൊക്കെ യൂണിവേഴ്സ് കോളിംഗ് ആണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ശക്തി നിങ്ങൾക്ക് പവർ കാണിച്ചു തരികയാണ്. അപ്പോൾ ആ പവർ നിങ്ങളെടുത്ത് നിങ്ങൾ തന്നെ നിങ്ങളെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഹൈ പ്രീസ്റ്റസ് എനർജി നിങ്ങളുടെ ഹൈ വൈബ്രേഷനിലേക്ക് ഉയർത്താൻ വേണ്ടിയും കൂടിയാണ് അങ്ങനെ ചില സിറ്റുവേഷൻസ് ലൈഫിൽ നമ്മൾ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ഡെത്തൊക്കെ പോലത്തൊക്കെ വരുന്നത്. അതൊക്കെ നിങ്ങളുടെ അത്രയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത്രയും പവർ ഉണ്ട്. ഒരാളില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നും കൂടി കാണിച്ചു തരുന്നൊരു കാര്യം കൂടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ ഡെത്ത് വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫോർമേഷനാണ്, ബിഗ് ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾ എത്ര പറ്റില്ല എനിക്ക് മാറാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ പോലും ഡെത്ത് ഉണ്ടാവും. ഡെത്ത് നിങ്ങൾ കൊണ്ടുപോകും. ചേഞ്ചാണ്. അപ്പോൾ ചേഞ്ച് നിങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും, കുറേ ലെസൺസ് പഠിപ്പിക്കും, എക്സ്പീരിയൻസസ് പഠിപ്പിക്കും. ഫൂള് കണ്ടോ, ഒരു കുഞ്ഞെ പാണ്ഡമായിട്ട് പോവുകയാണ്. ഒരു ട്രാവലിംഗ് ആണ്. അവർക്ക് എവിടെ ഡെസ്റ്റിനേഷൻസ് ഒന്നുമില്ല. പോണ വഴിയിൽ പോകുന്നു, കുറേ എക്സ്പീരിയൻസസ് എടുക്കുന്നു. അവിടെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, വിഷമിക്കേണ്ടതുണ്ടായിരിക്കാം, പേടിക്കേണ്ടതുണ്ടായിരിക്കാം, ഡേഞ്ചർ ഉണ്ട്. ഇതൊക്കെ കടന്ന് പോകണം. ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ലൈഫ് എന്ന് പറയുന്ന ശരിക്കും ഒരു ടീച്ചിങ് സ്കൂളാണെന്നാണ് പറയാം. ഇവിടെ വന്ന് കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്നു, കണക്ക് സെറ്റിൽമെൻറ്റ് ആകുന്നു, പോകുന്നു. ദിസ് ഈസ് ദ തിങ്. അപ്പോൾ ചീറ്റിങ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതോ ലൈഫ് ടൈമിൽ നമ്മൾ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് സ്വയം ചീറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നിങ്ങൾക്കൊരു പുറത്തുനിന്നൊരു ട്രിഗർ കിട്ടുമ്പോൾ ചിന്തിക്കേണ്ടത് ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. എപ്പോഴൊക്കെയും ചൈൽഡ്ഹുഡിലോ ഏതെങ്കിലും കാലത്ത് നമ്മളോട് ചെയ്തതിൻ്റെ ഉണ്ട്, നമുക്കൊരു മുറിവുകളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വരുന്നതാണ് പുറത്തുനിന്ന് കിട്ടുന്ന വലിയ ട്രിഗർ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു സമയത്ത് കാർമിക് അറ്റാക്സ് വരാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട്. കാരണം ഈ ഡെത്ത് വരുമ്പോഴും അങ്ങനെ നമുക്ക് പറയാം എല്ലാ രീതിയിലുമുള്ള ഒരു ചേഞ്ചാണ്. അവരൊക്കെ കൂടുതൽ നമ്മളുടെ നമ്മുടെ ബെസ്റ്റ് വേർഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പുഷ് ചെയ്യുകയാണ് ശരിക്കും ഡെത്തൊക്കെ വരുമ്പോൾ. ഓക്കെ. ആൻഡ് പാസ്റ്റ് പേഴ്സണിൽ നിന്നുള്ള ഒരു പെയിൻ സിറ്റുവേഷൻസും മേ ബി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇതിൽ ഇങ്ങനത്തെ കേസസും വരാം. റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് അവരെ സ്നേഹമുള്ളത് കൊണ്ട് അവരെന്നെ മാരേജ് ചെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഉള്ള സ്വത്തൊക്കെ അവർക്ക് കൊടുക്കും. അവരതുകൊണ്ട് പോയി പിന്നെ നിങ്ങൾ ചീറ്റഡായിപ്പെട്ടവരും കുറേ സിറ്റുവേഷൻസ് പറയാറുണ്ട്. സോ എപ്പോഴും മണി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി. അതൊരു എനർജിയാണ്, ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഊർജ്ജം നിങ്ങളെ കൂടെ നിൽക്കില്ല. ഓക്കെ. സോ എപ്പോഴും പോസിറ്റീവായിട്ട് അതിനെ കാണുക. ഓക്കെ. അപ്പോഴാണ് നിങ്ങൾക്ക് എപ്പോഴും മണി ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പാടില്ല എന്ന് നല്ല രീതിയിൽ അത് നിങ്ങൾ ട്രാൻസാക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നും പറയാറുണ്ട്. എന്തെങ്കിലും ഓവറായിട്ടല്ല. ഇപ്പോൾ ഒരു മണിയുടെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കുറേ പേർക്കൊക്കെ ഈ ബ്ലെസ്സിങ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? കുറേ പേര് ഈ എന്താ പറയുക, നല്ല രീതിയിലുള്ള ഗുഡ് മണി അല്ലെങ്കിൽ ലോൺസ് എടുക്കുക, എഡ്യൂക്കേഷൻസ് ലോൺസ്, ഇതൊക്കെ നല്ല ലോൺസാണ്. കാരണം അതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം അടയ്ക്കേണ്ടതാണല്ലേ. അല്ലാതെ നമ്മുടെ ഈ ഒരു കാർഡ് വെച്ചിട്ടുള്ള ഡെബിറ്റ് കാർഡ് വെച്ചിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഇത് ബോംബ് എന്നാണ് പറയുന്നത്. ശരിക്കും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ മണിയുടെ കേസിലൊന്നും നിങ്ങൾ തന്നെ ഒന്ന് അവെയർ, പൈസ കിട്ടുമെന്ന് കരുതി എല്ലാത്തിലേക്കും പോയി ചാടാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറേ ഓൺലൈൻ ഫ്രോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ചീറ്റിംഗ് കാർഡ് കാണുന്നവർക്കും ശ്രദ്ധിക്കാൻ കൂടെയാണ് പറയുന്നത്. അനാവശ്യം ഇപ്പോൾ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നത് കൊണ്ട് പല രീതിയിൽ നെഗറ്റീവ് അറ്റാക്സ് നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും അവെയർ ആവുക. പൈസയുടെ കാര്യം ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു അറിയുന്നൊരു പേഴ്സൺ ആണെങ്കിൽ പോലും ഡീൽ ചെയ്യുമ്പോൾ 2 days കൊടുത്തതിന് ശേഷം മാത്രം 2 ദിവസം ഇരുന്ന് ആലോചിച്ച് സോളിനോട് ചോദിക്കുക, ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ട്രാൻസാക്ഷൻസും കാര്യങ്ങളിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് കാർഡ് ഉള്ളതുകൊണ്ട് മേ ബി ചീറ്റിംഗ് കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ചീറ്റിംഗ് വരാനുള്ള ചാൻസസും കൂടിയാണ് ടാരോ പറയുന്നത്. ഒരു ഗൈഡൻസസ് ആണ്. ആൻഡ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും നോക്കുക കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്കിപ്പോൾ ഒരു പൈസ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അത് എത്ര ദിവസങ്ങളിൽ കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സിൽ കപ്സ് ഉണ്ട്, മേജർ ആർക്കാന കാർഡ്സ് ആർക്കും ഉള്ളു, 2 സോഡ്സ് ആണ് വന്നത്. കുറച്ചുകൂടി കാർഡ്സ് എടുത്തോട്ടെ കേട്ടോ.
സൺ കാർഡ് ഉണ്ട്. യെസ്, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. പെൻറ്റക്കിൾസ് ആണല്ലോ. ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സോഡ്സ് ആണ് കൂടുതൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു 8, 7, 5. അപ്പോൾ ആഴ്ചകളാണ് പറയുന്നത്. 23 വീക്സ് ഒക്കെ പറയുമ്പോൾ 23 ആഴ്ചകൾ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ആ വീക്സ് കണക്കിലാണല്ലോ പറയുന്നത്, കൊണ്ടാണ് പറയുന്നത് 2, 7 ഇയർ അങ്ങനെയൊക്കെ പറയാം. നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ട്, നിങ്ങളുടെ എനർജി ഉയർത്തുന്ന അനുസരിച്ചിട്ട് അവർക്ക് ഫോർഗിനെസ് കൊടുക്കുക. നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ പറ്റിച്ചെങ്കിൽ നിങ്ങൾ അവർ ഫോർഗിനെസ് കൊടുക്കുക. ഫോർഗിനെസ് ഹോപ്പനോപ്പനോ ടെക്നിക്സ് യൂസ് ചെയ്യുക. എത്ര തവണ എന്നല്ല, എത്ര തവണ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും, വേഗം സോൾ കോൺട്രാക്റ്റ് നടക്കട്ടെ, എനിക്ക് ആ ഒരു പൈസയുടെ ആവശ്യമുണ്ട്, ടെലിപ്പതി മെസ്സേജസ് അവർ കഴിക്കാം. അതുപോലെ ഹോപ്പനോപ്പനോ ടെക്നിക്സ് നിങ്ങൾ ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങളൊക്കെ പല രീതിയിലും പൈസേൻ്റെ വാല്യൂ ഇല്ലാതെയൊക്കെ പൈസ ഒക്കെ കിട്ടിയാൽ ഒരു പേഴ്സിൽ ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെക്കുന്നത് കാണാം. അങ്ങനെയൊന്നും വെക്കരുത്. എപ്പോഴും അത് ക്ലീൻ ആയിട്ട് റെസ്പെക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇയർ പറയാൻ 23 വീക്സ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഫോർഗിനെസ് കൊടുക്കുക ആ ഒരു സോൾസിന്. നിങ്ങൾക്ക് അറിയണം ആ പേഴ്സണ് നന്നായിട്ട് ടെലിപ്പതി മെസ്സേജസ് അയക്കുക. ഇനി കൂടെ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് കൂടെ നോക്കാം. യൂണിവേഴ്സിൽ എടുക്കുക. ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിനെ കുറിച്ചിട്ട് കുറച്ചും കൂടിയും ഒരു അവയർനെസ് കൊടുക്കും, അല്ലെങ്കിൽ മെസ്സേജസ് കൊടുക്കും. അതെ, ഞാൻ വീക്സിൻ്റെ കണക്കല്ലേ പറഞ്ഞത്. നോക്കൂ, കാർഡ് വന്ന് വിത്തിൻ തന്നെ ഫ്യൂ വീക്സ് ആണ്, കുറച്ച് വീക്സിനുള്ളിൽ. ദാറ്റ് മീൻസ് ഇത്രയും ആഴ്ചകളിലുള്ളിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ അത് ഉറപ്പാണ് കേട്ടോ. സോൾസ് വന്നത് കൊണ്ട് വീക്സ് തന്നെയാണ്. കറക്റ്റാണ്. ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ഡിവൈനുമായ എനർജി പറയും. യെസ്, എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ കാണുന്ന മെജോറിറ്റി ആൾക്കാർക്കും നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പൈസ കിട്ടും. വളരെ ഷുവറാണ്. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കണം കേട്ടോ. യെസ്, അഫ്കോഴ്സ് 2 യെസ് ആണ് വന്നിട്ടുള്ളത്. യെസ്, എന്തായാലും ഷുവറായി കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. പക്ഷെ പറഞ്ഞ പോലത്തെ പ്രാക്ടീസസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കിട്ടുന്നതിലൊരു ലാഗ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോപ്പനോപ്പനോ അഡ്വാൻസ് ഹോപ്പനോപ്പനോ ടെക്നിക്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പെയ്ഡാണ്, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലാണ്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മണി ചെക്ക്, യൂണിവേഴ്സിൻ്റെ സൈൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സൈൻ അറിയോ? യൂണിവേഴ്സിൻ്റെ സൈൻ ഇട്ടിട്ട് മണി ചെക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മണി ഫ്ലോ കൂടുന്നു, ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറി എല്ലാം ട്രാൻസാക്ഷൻസ് ഈസി ആയിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യും. ചൂസ് എ ന്യൂ ഡയറക്ഷൻസ് മീൻസ് നിങ്ങളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന പാത കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാത ചേഞ്ച് ചെയ്യുക, നിങ്ങളുടെ തോട്ട് ചേഞ്ച് ചെയ്യാൻ പുതിയ വഴിയിലൂടെ നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കണം. വിശ്വസിക്കൂ എന്ന് പറയുന്നത് കേട്ടോ. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഇങ്ങനെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സബ് കോൺഷ്യസ് ഹീലിംഗ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ആൻഡ് നോട്ട് റൈറ്റ്, ഇപ്പോഴത്തെ സമയം നോട്ട് റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്താണ് പറയുന്നത്, ഹീലിങ്സ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടെക്നിക്സ് ഒരു 21 ശരിക്കും 90 ദിവസം കണ്ടിന്യൂസുമായിട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് പോലും ഞെട്ടിപ്പിക്കാൻ, നിങ്ങളുടെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലാണ് മറ്റ് എതിർ പാർട്ടിക്ക് തരാൻ തോന്നിക്കാത്ത. നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാ പറഞ്ഞത്, ഗ്രാറ്റിറ്റ്യൂഡ് കുറവുണ്ട് നിങ്ങൾ കാണുന്നവർക്ക്. കുറച്ച് ഈഗോ ഉണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങളത് ഈഗോ എന്ന രീതിയിൽ എടുക്കാതിരിക്കുക. അത് നമ്മുടെ കുറവ് നമ്മളോട് മാറ്റാൻ യൂണിവേഴ്സ് പറയുകയാണ്. അങ്ങനെ മാറുമ്പോഴാണ് എൻ്റെ ലൈഫിലേക്ക് അനുഗ്രഹങ്ങളുടെ ആ ഒരു മഴ, സ്വർണ്ണ മഴ വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവുക. നമ്മൾ മറ്റുള്ളവരെ സക്സസ് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ അസൂയപ്പെടാനോ പോകരുത്. യെസ്, അവർക്ക് പറ്റും. അപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. കാരണം എല്ലാവർക്കും സെയിം ശരീരം തന്നിട്ടുള്ളത്. പക്ഷേ നമ്മളെ മെൻ്റൽ തോട്ട്സ്, എങ്ങനെ തോട്ട്സിനെ മെരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ ലൈഫ് അപ്പും ഡൗൺ ആവുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഷാഡോസൊക്കെ നിങ്ങൾക്ക് തോന്നും. ഷാഡോ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ദേഷ്യം, വാശി, വൈരാഗ്യം, കുശുമ്പ്, ജലസി, എൻവി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധിക്കുള്ളൂ ബ്ലെസ്സിങ്സ്. അല്ലെങ്കിൽ അതൊന്നും ലൈഫ് ലോങ്ങേ വരില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ്. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് എന്താണ് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് യൂണിവേഴ്സ് അത് അടിച്ച് പറയുകയാണ്. യെസ്, നിങ്ങൾക്ക് എന്തായാലും വരും വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. 23 വീക്സാണ് ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഇതിലും കണ്ടോ, നെക്സ്റ്റ് ഫ്യൂസ് കുറച്ച് ആഴ്ചകളുള്ളിൽ പെട്ടെന്ന് നിങ്ങൾ വൈബ്രേഷൻസ് കൂട്ടുന്നതനുസരിച്ച് ഈ 23 വീക്സ് കുറഞ്ഞ് വരും കേട്ടോ. ആൻഡ് യെസ് ആൻഡ് ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് റീഡിങ്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി എനിക്കിന്ന് ചെയ്യാൻ തോന്നിയതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. കുറച്ച് പേരിലേക്ക് ഇത് അവർ മനസ്സിലാഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇൻഡിവിജ്വലി ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരിക്കുക. സോ എല്ലാവരിലേക്കും എല്ലാവരും ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഇതിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കംപ്ലീറ്റ് മീൻസ് ടെലഗ്രാമിലാണ് ക്ലാസ്സസ് ഉള്ളത്.
1333 ആണ് ഫീസ്. കാരണം ഒരു 41 ഡേയ്സ് ഉണ്ട്, 10 ഡേയ്സിൻ്റെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. നിയർലി ഒരു 30 ദിവസം നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. കാരണം 78 കാർഡ്സ് ആണല്ലോ. ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിക്കുക. അതിൽ ആസ്ട്രോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും, മെഡിറ്റേഷൻ, പിന്നെ കാർഡ്സിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർഡ്സിനെ കുറിച്ചിട്ടും ഈ ഇൻട്രൊഡക്ഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ കോഡ് കട്ട് ചെയ്യാം കാർഡ് വെച്ചിട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ടാരോഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും കേട്ടോ. ദെൻ സബ് കോൺഷ്യസ് ഞാൻ പറഞ്ഞു. അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ്. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഞാൻ വീട്ടിൽ നെഗറ്റീവ് എനർജീസ് ഉള്ളവർക്കൊക്കെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് 2222 ആണ് പ്രൈസ് വെച്ചിട്ടുള്ളത്, മീൻസ് ഫീസ് വെക്കാതെ ചെയ്യാൻ സാധിക്കില്ല. കാരണം എനർജീസ് വന്ന് എന്നെയും ഹിറ്റ് ചെയ്യും. അപ്പോൾ അത് പ്രൊട്ടക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ച് അത്യാവശ്യമാണ്. ഓക്കെ. ദെൻ പിന്നെ ടാരോ റീഡിങ്സ് ആണ്, പേഴ്സണൽ റീഡിങ്സ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സ്ലോട്ട്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് റീഡിങ് പറയണം കേട്ടോ. നിങ്ങളിപ്പോൾ തന്നെ റീഡ് ചെയ്യുന്ന പേയ്മെൻറ്റ് ചെയ്ത് ചിലപ്പോൾ എനിക്ക് ഓൾറെഡി ബുക്ക്ഡൊക്കെ ആണെങ്കിൽ എനിക്ക് അധികം റീഡിങ്സ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സഹകരിക്കുക. കോപ്പറേഷൻ നീഡഡ് ആണ്. ഓക്കെ. സോ താങ്ക് യു.